കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപൂജ അലങ്കാരം രാവിലെ 4 മണിയോടുകൂടി മലർനിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു. ശ്രീകോവിലിനകത്തതാ നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞു കത്തുന്നുണ്ട്. നല്ല തെളിമയോടുകൂടി ആ പൊന്നുണ്ണിക്കണ്ണനതാ പുഞ്ചിരി തൂകി നിൽക്കണ്. തൻ്റെ ഭക്തന്മാരെ എല്ലാവരെയും അനുഗ്രഹിക്കാനായി കാത്തിരിക്കുകയാണ്. പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി, നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട്, ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്, മാറത്ത് ഒരു സ്വർണ്ണത്തിലകവും ഒരു വീതി കൂടിയ സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഓറഞ്ച് നിറത്തിലുള്ള പട്ടാണ് ഇന്ന് കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞെടുത്തിരിക്കുന്നത്. കയ്യിൽ ഓടക്കുഴലുണ്ട്. സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ 2 തിരുമുടിമാലകളും 2 വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ രൂപം, ആ കൗതുകത്തോടുകൂടി ആ പുഞ്ചിരി തൂക്കി നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ കാണുമ്പോൾ ഏതൊരു ഭക്തൻ്റെ മനസ്സും ഒന്ന് ആനന്ദത്തിൽ ആറാടും. ആ നട തുറന്ന സമയത്ത് ആ ഭക്തന്മാരെല്ലാവരും ആ കണ്ണൻ്റെ തിരുരൂപം കണ്ട് അത് ആ സോപാനപ്പടിയുടെ അടുത്തേക്ക് നാരായണ നാമം ചൊല്ലി ഓടി ഓടി വന്ന് സോപാനപ്പടിയിൽ ഒരു നിമിഷം നിന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ച് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണോ. ആ കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണോ. ആ കണ്ണൻ്റെ ആ രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് അവിടെ ഒന്ന് കണ്ണടച്ചോളൂ. അതാ ആ കണ്ണൻ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇതാ വരുന്നു. ആ കണ്ണനെ അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനെ ഒന്ന് താലോലിച്ച് കുറച്ച് നേരം സമ്മതിച്ച് ഒന്ന് മുത്തം കൊടുത്ത് ആ കണ്ണനെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കുക, പ്രാർത്ഥിക്കുക. ആ കണ്ണൻ നമ്മുടെ ഒപ്പം എപ്പോഴും ഉണ്ടാവും, അത് ഉറപ്പാണ്. ധൈര്യത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, വിശ്വാസത്തോടുകൂടി, ആത്മസമർപ്പണത്തോടു കൂടി ആ കണ്ണനെ വിളിച്ചോളൂ, പ്രാർത്ഥിച്ചോളൂ. ഏതൊരു സമയത്തും ആ കണ്ണൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാകും, അതുറപ്പാണ്. നാരായണ 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 നാരായണ. എല്ലാവരും ഉറക്ക ജപിച്ചോളൂ കേട്ടോ. യാതൊരു സങ്കോചവുമില്ലാതെ വിളിച്ചോളൂ കണ്ണനെ. കണ്ണൻ നമ്മുടെ വിളിപ്പുറത്തായിട്ട് എപ്പോഴും ഉണ്ടാവും. നാരായണ 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 നാരായണ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ. ഈ നാമത്രയ മന്ത്രം എല്ലാവരും ഉറക്ക ജപിച്ചോളൂ. ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഒരു അമൂല്യ നിധിയാണ്. കലികാലത്ത് നമുക്കെല്ലാവർക്കും ഭഗവാനെ സേവിക്കുവാൻ വേണ്ടിയിട്ട് അവർ തന്ന വരദാനമാണ് ഈ മന്ത്രം. ആയുരാരോഗ്യ സൗഖ്യവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും സൽസന്താനങ്ങളുടെ ഉയർച്ചയും എല്ലാം ഈ മന്ത്രം ജപിച്ചാൽ ഉണ്ടാവുന്നതാണ്. ഗുരുവായൂരപ്പൻ്റെ ഈ മന്ത്രം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഉറക്ക ജപിച്ചോളൂ. ഈ ലോകത്തുള്ളവർക്കെല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ.